ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഒരു സാഹസിക യാത്രയിലാണ്. അതെ, വയലട വ്യൂ പോയിന്റിലേക്കുള്ള യാത്ര. കുറച്ച് കുത്തനെയുള്ള റോഡാണ്. അവിടെ എത്തിയിട്ട് താഴേക്ക് നോക്കിയാൽ വളരെ ദൂരെയായി നമുക്ക് കക്കയം ഡാം കാണാൻ കഴിയും. ഡാമിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ വ്യൂ പോയിന്റിൽ നിന്ന് തന്നെ കാണണം. ഞങ്ങൾ പോയത് ഒരു സൺഡേ ആയിരുന്നു. ഓപ്പൺ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ ഓപ്പൺ ആയിരുന്നു. നമുക്ക് ഉള്ളിൽ കടക്കാനായിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് 30 രൂപ മുതിർന്നവർക്കും 10 രൂപ കുഞ്ഞുങ്ങൾക്കും. വ്യൂ പോയിന്റിലേക്ക് എത്താൻ കുറച്ച് നടക്കണം. കുഞ്ഞുമക്കളും മുതിർന്ന ഞങ്ങളും നടത്തം ആരംഭിച്ചു. ഒരു സാഹസിക യാത്രയാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ. കുട്ടികൾ പെട്ടെന്ന് എത്താനുള്ള തിടുക്കത്തിലുള്ള ഓട്ടമാണ്. ഞങ്ങൾ പകുതിയിൽ തന്നെ കുഴഞ്ഞു. കയറ്റവും ചുറ്റും മരങ്ങളും പാറയിൽ കൊത്തിയ പടികളും. മുകളിലെത്തുമ്പോൾ നമുക്കൊരു കഫറ്റേരിയ കാണാൻ പറ്റും. അവിടെ നമുക്ക് വർണ്ണ മത്സ്യങ്ങളുടെ ഒരു കുഞ്ഞി കുളം കാണാൻ സാധിക്കും. വളരെ ചെറുതും വലുതുമായ ഒരുപാട് മത്സ്യങ്ങൾ. ഇവിടെ മഞ്ഞുമേൽ ഒറ്റ ഒരു ബോയ്സിന് ഫീൽ എടുക്കുക. അതുകൊണ്ടോ ഇവിടെ എല്ലാം മഞ്ഞുമേൽ ബോയ്സിന് ഒറ്റൊരു ഫീലാണ്. പക്ഷെ ഒറ്റൊരു കുഴിയുള്ളൂ. ഇത് മാത്രം നമ്മളിത് വിചാരിക്കും ഇത് പേടിയാവുന്നു. യാത്ര തീർന്നിട്ടില്ല. ഇനിയും മുകളിലെത്തണം. കുട്ടികൾക്ക് കളിക്കാൻ ചെറിയൊരു പാർക്കും അവർ അവിടെ ഒരുക്കിയിട്ടുണ്ട്. സാഹസികത ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. അവസാനം ഞങ്ങൾ എത്തി ഗൈസ്, അവിടെ ആ വ്യൂ പോയിന്റിലേക്ക്. എന്തു ഭംഗിയാണ് അവിടെ നിന്ന് ചുറ്റിലും കാണാൻ. കുഞ്ഞിസിന് വളരെ പേടിയായിരുന്നു അവിടെ എത്താനായിട്ട്. പക്ഷെ അബിയും കുക്കും വളരെ ഹാപ്പിയായിരുന്നു. അവർ ഓടി കളിക്കുമായിരുന്നു. എനിക്കും കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ. ആ വ്യൂ പോയിന്റിൽ അവിടെ നിന്ന് ചുറ്റും കാണാം. കക്കയം ഡാം മുഴുവനായി നമുക്ക് കാണാം. കുറച്ച് കഷ്ടപ്പെട്ടാൽ എന്താ, ലക്ഷ്യസ്ഥാനത്ത് ഉറപ്പായും എത്തും അല്ലേ. പോകാൻ താല്പര്യമുള്ളവർക്കായി സ്പോട്ട് ഞാൻ പറയാട്ടോ. സ്പോട്ട് വരുന്നത് താമരശ്ശേരിയിൽ നിന്നും തലയാട് റോഡ്, വയലട വ്യൂ പോയിന്റ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ഗായ്സ്.